ശരണ്യ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആഗ്ര എന്ന പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച്. ശരണ്യക്ക് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇന്നലെ അവരുടെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആ കുട്ടീനെ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്, ഇന്ന പോലൊരു ചെറിയ കാര്യമുണ്ട്. അതായത് എന്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പരസ്യം ഇട്ടിരുന്നു. അതായത് എന്തെങ്കിലും ജീവിതം പറയാനുള്ളവർക്ക് പറയാന്നുള്ള രീതിയിൽ. അന്ന് എന്റെ കൂട്ടുകാരി ഈ കുട്ടിയുടെ നമ്പർ എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നത് പറഞ്ഞിടാ, നമ്മൾ ആദ്യമല്ലേ, കുറച്ച് കഴിയട്ടെ, എന്താ സംഭവം എന്ന് പോലും ചോദിച്ചില്ല. പക്ഷെ മിനിഞ്ഞാന്ന് ചേച്ചിക്ക് തരുന്ന ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോ ഈ കൊച്ചിന്റെ ഈ കൊച്ചിന് ഇന്ന പോലെ ഭർത്താവിന്റെ വീട്ടുകാര് ആ അമ്മ ഭയങ്കരമായിട്ട് തല്ലുന്ന വീഡിയോ എനിക്ക് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഡിസ്റ്റർബായി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പൊ തന്നെ ആ കുട്ടീനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അവിടെ കിടന്ന് അടി കൊള്ളരുത്, ഇനി ഒരു ടോക്ക് വേണ്ട. അപ്പൊ ആ 2 പ്രാവശ്യം കണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ഇത്രയും പ്രായമായ സ്ത്രീക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡിവോഴ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. മറ്റൊന്നുമല്ല, ജീവനാണ് ഏറ്റവും വലുത്. നമ്മൾക്ക് എന്ത് കോംപ്രമൈസ് ചെയ്ത് നാളെ എവിടെ പോയെന്ന് പറഞ്ഞാലും അവർ വീണ്ടും അത് ഉപദ്രവിച്ച് ഇത് എന്താ പറയാ, നമ്മൾ തെറ്ററിയാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് തെറ്റാണെന്നും തുടരെ ചെയ്യുന്നവരോട് നമുക്ക് ഒരു തരത്തിലും നമുക്ക് അത് ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം കൂടി ഞാൻ അറിയുന്ന ആ കുട്ടിക്ക് ഇന്ന പോലെ വയ്യാണ്ടായി, ഐസിയുലാണ്, വെന്റിലേറ്ററിലാണെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇന്നലെ ആ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴും അത് കൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിപ്പിച്ചപ്പോഴും ഹസ്ബൻഡിന്റെ അമ്മയും ഹസ്ബൻഡും അവിടെ വെച്ചും ഭയങ്കരമായിട്ടും പോലീസുകാരെ ഉൾപ്പെടെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. പോലീസുകാരോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അവസാനം പോലീസുകാർക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതായത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീയോട് എന്താണ് പറയേണ്ടത് എന്നറിയാൻ മേലാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മോളെ ഇനി അങ്ങോട്ട് വിടണ്ട. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ ഞാൻ വിടത്തില്ല. ആ കുട്ടിയാണ്, ഒറ്റ മോളാണ്. ഏകദേശം 33 വയസ്സിലാണ് ആ കുട്ടി കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ കൊച്ചിന് ഭയങ്കര എന്താ പറയാ, നാട്ടുകാരെന്ത് പറയും, എന്നോട് പറയുന്ന ചേച്ചി ഞാനിപ്പോ ഡിവോഴ്സ് ചെയ്താ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ഒരു ഫീൽ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമ്മളാണേലും എപ്പോഴും കാണാറുണ്ട്, ഓരോരോ കേസ് നടക്കുമ്പോൾ ഫേസ്ബുക്കിൽ മുഴുവൻ വരുന്ന ടാഗുകളാ, ഇറങ്ങിപ്പോകുന്ന കൂടെ, ഇറങ്ങി വന്നിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നില്ലേ. ഈ ഇറങ്ങി വരുമ്പം ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതേ സോക്കോൾഡ് നാട്ടുകാരാണ് നമ്മളെ കുറിച്ച് ഇറങ്ങി വന്ന അത് പെണ്ണിന്റെ തന്റേടവും അവൾ അവിടെ എന്തോ അവളുടെ കയ്യിലിരിപ്പോണ്ട് ഇറങ്ങി വന്നെന്നുള്ള ഒരു 90% ആൾക്കാർ വരുത്തി തീർക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് മുഴുവൻ കാണാൻ സാധിക്കുന്നത്. വളരെ ചുരുക്കം സീരിയലുകളിലും അല്ലെങ്കിൽ പോട്ടെ ഷോർട്ട് ഫിലിമിലും ഒക്കെയാണ് ആളുകൾ അച്ഛനും ആങ്ങളമാരും ഒക്കെ ചെന്ന് അവന്മാരെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തുന്നതായിട്ടുള്ള സീനുകൾക്ക് നമുക്ക് കാണാൻ കഴിയുള്ളൂ. റിയൽ ലൈഫിൽ നമ്മളത് എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല. ചേച്ചി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയപ്പോ ശരണ്യയുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു 2 പെൺകുട്ടികൾ പരിചയപ്പെടാൻ വന്നായിരുന്നു. ആ പെൺകുട്ടികൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ 2 ഗർഭിണികളാ അവിടെ ഗൈനക്കോളജിയിൽ കാണിക്കാൻ വന്ന 2 പെൺകുട്ടികളാ. അവര് പറഞ്ഞ അവരുടെ ജീവിത കഥ ശരണ്യ ഓർക്കുന്നുണ്ടോ? ഇതിനേക്കാൾ വളരെ പക്ഷെ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഈ പറയുന്ന ആഗ്ര സംസാരിച്ചപ്പോൾ അവള് കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം, നാട്ടുകാരെന്ത് വിചാരിക്കുന്നു. അപ്പം ആ കഥയും കൂടെ ഞാൻ ഇതിനകത്ത് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ 2 പെൺകുട്ടികളെ നമ്മൾ പരിചയപ്പെട്ടത്. അതിലൊരു പെണ്ണ് വീട്ടുകാര് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, മറ്റൊരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം പോയതും കൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ പോകണമെന്ന് താല്പര്യം ഉണ്ടായതല്ല. ആ ചെറുക്കൻ മരിക്കും, കെട്ടി തൂങ്ങി ചാകും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ ആ പെണ്ണ് ഇറങ്ങി പോവുകയും പിന്നീട് കല്യാണം നടത്തുകയും ചെയ്തൊരു കേസാണ്. ആ കുടുംബം പെൺകുട്ടീനെ കെട്ടിച്ചേക്കുന്ന പീരുമേട് 6 മാസമുള്ള ഒരു പെൺകൊച്ച്, ഒരു 23 വയസ്സേ ഉള്ള ആ കൊച്ചിന്. കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ 2 വർഷം. മറ്റേന്ന് പറയുന്ന ചേച്ചിക്കൊരു എനിക്ക് തോന്നുന്നു 30 വയസ്സ് കാണും. 3 കുട്ടികളാണ്. 3ാമത്തെ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് അവരുടെ പേരൻസ് ലാസ്റ്റ് പറഞ്ഞ അതിന്റെ ഉപ്പ ആ ചേച്ചിയോട് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ചേ, നീ അവന്റെ തലയിൽ അമ്മിക്കല്ല് എടുത്തിട്ടിട്ട് പോരെ, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. കാരണം അത് ആ എന്താ പറയാ 3 തവണ ഗർഭിണിയായി അല്ലെ കുഞ്ഞുങ്ങളെ വയറ്റി പേറേണ്ടി വന്നു ഇവർക്ക് പോലും അയാളുടെ ഇത് പറയും. കാരണം അവർ പറഞ്ഞൊരു ഡയലോഗാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഫീൽ ആയിട്ട് തോന്നിയത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന പല സമയങ്ങളിലും പോലീസുകാർ ഒത്തുതീർപ്പാക്കും, എപ്പോഴും അവരത് ഒത്തുതീർപ്പാക്കും. ഇതിനെതിരെ ശരിക്കും പോലീസ് സ്റ്റേഷനിലല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമുക്കും അറിയാം. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് അതിന് കേസ് എടുക്കാനുള്ള ഇതില്ല. അവർ വിളിച്ചു വരുത്തിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വിടുക എന്നുള്ളതാണ് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ
ഒരു തടയിട്ടുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല ഈ നിമിഷം വരെ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നമ്മളാ പറഞ്ഞ 3 കുട്ടികളുള്ള ആ സ്ത്രീയുടെ കാര്യത്തില് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത് രണ്ടാമത്തെ കൊച്ചുണ്ടാകുന്ന സമയത്ത് വീട്ടിനകത്ത് പൂട്ടിയിടും. ആ കുട്ടിക്ക് പച്ച വെള്ളം കൊടുക്കാതെ അടി എന്ന് പറഞ്ഞ അമ്മാതിരി അടി അടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കത് കേട്ടിട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാൻ ആലോചിക്കാം, ആ സ്ത്രീകൾ കരഞ്ഞോണ്ടല്ല നമ്മളോട് സംസാരിച്ചത്. ആ 2 സ്ത്രീകളും ചിരിച്ചോണ്ട് ആസ്വദിച്ചൊക്കെ പറയുന്നു. ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു നിന്നു. ഇപ്പൊ പോലും എന്റെ കഥകളോ എന്റെ ലൈഫോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവർ കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണീര് പറ്റി. ഇനി അവർക്ക് കരയാൻ മനസ്സില്ല എന്നാണ് അവർ പറയുന്നത്. പണ്ട് ഞങ്ങൾ കരഞ്ഞിരുന്നു, നേരത്തെ ഇതെല്ലാം കണ്ട് അവർ കരഞ്ഞു കരഞ്ഞു ഇനി അവർക്ക് കരയാൻ മനസ്സില്ലെന്നാ പറയുന്നത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ആ 2 പേരെ പരിചയപ്പെട്ടപ്പോ എനിക്ക് ഭയങ്കര വഴിത്തിരിവായിട്ട് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൊച്ചിന് ഭയങ്കര ഒത്തിരി ഹൃദയ സംബന്ധമായിട്ടും എന്തൊക്കെയോ കൊച്ചിന് ഒത്തിരി പ്രശ്നമുള്ളതാണ്. മൂത്തത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ വയറ്റിലുള്ള 6 7 മാസമായിട്ടുള്ള ഒരു കൊച്ച്. ആ രണ്ടാമത്തെ പെങ്കൊച്ചാണെങ്കിൽ ഇവർ 2 പേരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചേച്ചി. എനിക്കത് ഭയങ്കര, അവരുടെ ചിരിയുടെ പിന്നിലൊരു തിളക്കം അല്ലെങ്കിൽ ആ ചിരിയുടെ പിന്നിലൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് 2 പേരും ഒരു പ്രൊഫഷൻ ഉണ്ട് 2 പേർക്കും. ഒരാൾക്ക് ബിഫാം പഠിച്ചതും ഒരാള് എന്തുവായിരുന്നു അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് സംതിങ് ആയിട്ടുള്ള എന്തോ ഒരു കോഴ്സാണ് അത് 2 പേർക്കും ജോലിയുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. ആ ജോലിയാണ് അവരുടെ ബലം എന്ന് അവർ പറഞ്ഞത്. അതായത് പ്രൊഫഷനാണ്, ഒരു ഡിഗ്രി അല്ല, പ്രൊഫഷനാണ്. അതെന്നെ ഭയങ്കരമായിട്ടും ശരിയാണ്. കാരണം അവർക്കത് തുറന്നു പറയാൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് വെളിയിൽ വരാൻ പറ്റിയത്. ചേച്ചി പേടിക്കണ്ട. ഞാൻ ചോദിച്ചു, ഈ 3ാമത്തെ കൊച്ചിനെ കൊണ്ട്, അല്ല ചേച്ചിയല്ലേ ചോദിച്ചത്, ഈ 3ാമത്തെ കൊച്ചിനെ കൂടെ പ്രസവിക്കാൻ കാത്തിരുന്നോന്ന് ചോദിച്ചോ, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചി, ഞാൻ പ്രസവിച്ചിട്ട് വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ലേ. ആ ചേച്ചി പറഞ്ഞില്ല, ആ മുസ്ലിം ചേച്ചി പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര, ഞാൻ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഞാനതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം ഞാൻ ആ സ്ത്രീകളുടെ അവരുടെ മാനസികമായിട്ടുള്ള ഒരു നിലപാട്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ സംസാരം, ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് അനുഭവിച്ചതിൽ നിന്ന് ഇനി ഒന്നും അനുഭവിക്കാനില്ല, ഒരു പുല്ലും അനുഭവിക്കാനില്ല എന്നുള്ള അവസ്ഥയിൽ അവർ സംസാരിച്ചു തുടങ്ങിയത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം, ദൈവം നമ്മളൊക്കെ അനുഭവിച്ച, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നമ്മളൊക്കെ ഒരു മുള്ളു കൊണ്ട, അമ്മ അച്ഛാ മുള്ളു കൊണ്ടെന്ന് പറയുന്ന ആളാ ഞാൻ ഇപ്പോഴും. എനിക്ക് ഒരു കുഞ്ഞു വയറ്റ് വേന വേണ്ട, എനിക്കൊരു തലവേന വന്നാല് വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോണെങ്കിൽ എന്റെ അമ്മ വരണം. അത്രയും ലോലമായിട്ടാണ് ഞാൻ നിൽക്കണത്. അപ്പൊ അവരൊക്കെ എന്തോരം നിന്നു. നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, ആ കുട്ടീനെയൊക്കെ ഈ 2 പേരെയും അവിടെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങ് പോരേന്നാണ്, വേറെ ഒന്നും നോക്കണ്ട, മക്കളാണ് വലുത്, നീ ഇങ്ങ് പോരെ. അപ്പൊ ഇത് പറയാൻ എത്രത്തോളം പേരൻസ് ഇന്നത്തെ കാലത്ത് ഉണ്ട്. പിന്നെ ഇത് വീണ്ടും 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 ഇങ്ങനെ തുടരുകയാണ് ലൈഫില്. എല്ലാ സ്ത്രീകളും എവിടെയും ഇങ്ങനെ ദ്രോഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുവാണ്. ചേച്ചി പറഞ്ഞ ഈ 2 കേസിലും എനിക്ക് തോന്നുന്നു ഈ ഇവരുടെ അമ്മമാരാണ് അല്ലെ. പൊതുവെ പറയുമ്പോ ഈ സ്ത്രീകൾക്ക് വേണ്ടി പറയുമ്പോ ഈ പുരുഷന്മാർ ശത്രുപക്ഷത്ത് എന്നൊരു ഭാവമാണുള്ളത്. പക്ഷെ ഈ വരുന്ന കേസുകളിലെല്ലാം തന്നെ പുരുഷന്മാരല്ല സ്ത്രീകളെ ഏറെ ദ്രോഹിച്ചിട്ടുള്ളത്. അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ സപ്പോർട്ട്, സ്ത്രീകളുടെ ഇൻഫ്ലുവൻസ് ആണ് ഈ പുരുഷന്മാരെ ഈ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ ചെയ്യാനുള്ള പ്രേരണയായിട്ട് വരുന്നത്. അതെ, ആ കുട്ടികൾ പറഞ്ഞതിനകത്തും 2 പേരുടെ അമ്മായിമ്മമാരാണ് ഈ ചെറുക്കന്മാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അടിക്കടാ ഇടിക്കടാ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചെന്നായിരുന്നു അത് പറഞ്ഞത്. നമ്മളാ പറഞ്ഞതിൽ 23 വയസ്സുകാരിയുടെ കൈയുടെ ഇവിടെ സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ചിട്ടുണ്ട് അവൻ. ആ പെങ്കൊച്ചത് നമ്മൾ എടുത്തു കാണിക്കുന്നുണ്ട്. ആ പെങ്കൊച്ചിന് വണ്ണം, അവരെ പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നപ്പോ ആ പെണ്ണിന് വണ്ണം ഉള്ളതുകൊണ്ടൊന്നും അമ്മായിമ്മയ്ക്ക് അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ വണ്ണം ഒരു പ്രശ്നമായി, കറി വെക്കാൻ അറിയില്ല, എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങള്, ഓരോരോ പ്രശ്നങ്ങള്, നിസ്സാര കാര്യങ്ങൾ പ്രശ്നങ്ങളാക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളോട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതുവരെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ത്രീകളും, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും ഭയങ്കര ലവബിളും ഭയങ്കര ഹമ്പിളും, ഞാനൊക്കെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളോട് ആ രീതിയിൽ തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്ന ആ സ്ത്രീകളെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഭയങ്കര ക്രൂവലായിട്ടുള്ള സ്ത്രീകളെ ഒന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചാല് ഞാനിങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ദൈവമേ, ഈ ലോകത്ത് എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുന്നത്. ഇതിന്റെയൊക്കെ പരിണത ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ന്യൂജൻ പെൺകുട്ടികൾ ആരും തന്നെ
വിവാഹത്തിന് മുൻതൂക്കം കൊടുക്കുന്നില്ല. അവരെപ്പോഴും വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, അവർക്ക് ജോലി സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചതാണ്. പക്ഷെ ഇതിന് വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് കിട്ടിയാൽ ഈ പെൺകുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഗതി വരില്ല. അത് ഒരു കണക്കിന് ശരിയാ ചേച്ചി. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞാലും, ഇപ്പൊ ഞാനാണെങ്കിലും ശരി, ചേച്ചിയാണെങ്കിലും ശരി, എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ എപ്പോഴും നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്റെ മാനസിക വളർച്ചയോ എന്റെ വ്യക്തി വളർച്ച ആയിരിക്കില്ല എന്റെ അമ്മയ്ക്കോ എന്റെ സഹോദരങ്ങൾക്കോ. അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. അപ്പൊ നമ്മൾ അവരെയും കൂടെ പരിഗണിക്കേണ്ടി വരുമ്പോഴാണ് ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ അനുഭവം ഉണ്ടാവുന്നത്. കാരണം ഞാൻ ഈ പെൺകുട്ടിയുടെ ചേച്ചി ചെയ്ത സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പം ഒരാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. എനിക്ക് ഏറ്റവും അടുത്തൊരു ചേച്ചി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചത് ഇങ്ങനെയാ: ശരണ്യ, ആ കുട്ടിയോട് പറയൂ സ്വന്തമായിട്ട് ജീവിക്കാൻ, ഇനി അവന്റെ കൂടെ വീട്ടിൽ പോവരുത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കരുന്ന പോലെയല്ല, ഇവിടെയുള്ള എല്ലാ സ്ത്രീ പുരുഷ, അതായത് ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമല്ല. ആ കുട്ടിയോട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലും വലിയൊരു സുഖം ഒന്നുമില്ല. കാരണം അവരൊരു കുടുംബിനിയാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ നല്ല ലൈഫാണ്. പക്ഷെ എങ്കിൽ കൂടിയും കരിയർ അവർക്ക് മിസ്സായിട്ടുണ്ട്. ആ കരിയർ മിസ്സായത് വെച്ചിട്ടാണ് അവർ എന്നോട് സംസാരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ നല്ല ഭാര്യയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, കുടുംബം ഓക്കെയാണ്. പക്ഷെ അവരെന്ന വ്യക്തി അവരിലേക്ക് നോക്കുമ്പോൾ ആ കരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കോ ചേച്ചിക്കോ അത് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ രണ്ടുപേരും ഈക്വലി നമ്മുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, കരിയർ ആണ് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന പോലെ ഇതൊരു ചുരുളി പോലെയാണ് നമ്മുടെ ജീവിതത്തില്. നമ്മൾ എത്ര ഈ പറയുന്ന നമ്മുടെ മാധ്യമ ഫീൽഡ് വിട്ടുപോയാലും നമ്മളെ അതിനകത്തോട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വീണ്ടും ഇതിനകത്തേക്ക് തന്നെ എറിഞ്ഞു പിടിപ്പിച്ച് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ ഇടുന്ന ഫോട്ടോസോ നമ്മൾ ഇടുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു സംസാരം പോലും ഫീൽ ചെയ്യാനുള്ള കാരണം അവർക്കൊന്നും അത് പറ്റുന്നില്ല, നമുക്കത് പറ്റുന്നുണ്ടല്ലോ, അവർ പറയാനുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഗതിയാണ് എല്ലാവരും, ഇൻക്ലൂഡഡ് നമ്മളടക്കം. നമ്മൾ കഴിഞ്ഞ ദിവസം നാഗസൈരന്തിരെ കാണാൻ പോയപ്പോ പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റാത്ത കാര്യം നാഗസൈരന്തിരി ആരുടെയൊക്കെ പറയുമ്പോ നമ്മളത് സ്റ്റാറ്റസ് ഇടുന്നത് ആ നമ്മളെ പറഞ്ഞ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ? നമുക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ആരെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാ. ചേച്ചി പറഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് സ്ത്രീകള് അവരവരുടെ ജോലി, പ്രൊഫഷനാണ് വേണ്ടത്. പ്രൊഫഷൻ, ഡിഗ്രി വേണ്ടെന്നല്ല, ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു പ്രൊഫഷൻ ഉണ്ടാവണം. കാരണം പ്രൊഫഷനെക്കാളും വലുതൊന്നുമില്ല. നമുക്കൊരു സമൂഹത്തിൽ ഒരു വില തരും. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ട്. ഇനി നാളെ ഒരുത്തന്റെ കൂടെ പോയി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അത് അവിടെ തന്നെ കളഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടതല്ലേ മറ്റേ ആ പടം, ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അല്ല അങ്ങനെയല്ലേ? ആ പടത്തില് നിമിഷ ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാ പോകുന്നത്, ഡാൻസ്. അതൊരു പ്രൊഫഷൻ ആക്കാനാ പോകുന്നത്. ആ ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യാൻ പോകുന്നത് ഒരു വേറെ ലെവലാ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് അത് നമ്മുടെ കരിയർ ആയിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സമ്പാദ്യ മാർഗമാക്കാൻ പോകുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് പേരൻസ് പഠിപ്പിച്ചു കൊടുക്കണ്ട. നിങ്ങൾ എത്ര സ്വത്തോ പണവോ കൊടുത്ത്, ശരിക്കും സ്വത്തോ പണവോ ഒന്നും കൊടുക്കരുതെന്നല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ അടുത്തിടെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. പൊന്മാൻ സിനിമയ്ക്കകത്ത് ലിലി എന്ന ക്യാരക്ടർ ആദ്യമായിട്ട് ആ സ്വർണ്ണ മണ്ണിലൊരു തിളക്കമുണ്ട്. അതായത് അവൾക്കറിയാം അവളുടെ ജീവിതത്തിൽ അത്രയും സ്വർണ്ണം അവൾക്ക് കാണാൻ പറ്റത്തില്ല. അവളുടെ ആ ഒരു കല്യാണ ദിവസമേ കാണാൻ പറ്റുള്ളൂ എന്ന് അവൾക്കും അറിയാം. അത് കാണുന്നതുണ്ട്. ആ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഈ കഥയിലൊരു ഇതെന്ന് പറയുന്നത്, ഈ കെട്ടിക്കൊണ്ട് പോകുന്ന ചെറുക്കന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഈ സ്വർണം കൊടുക്കണം. അതായത് അത്രയും ദിവസം ആ പെണ്ണിന് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവള് നോക്കുന്ന ഒരു തിലക്കമുണ്ട്. അതാണ് ഇവിടെ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും സ്വർണത്തോട് ഒരു ക്രൈസ് ഉണ്ട്. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേച്ചിയാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, സ്വർണത്തോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ശരി, എവിടെയെങ്കിലും സ്വർണം കാണുമ്പോ അറിയാതെ നമ്മൾ ഒന്ന് കൊള്ളാം അല്ലേ എന്ന് നമ്മളൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോകും. അത് നമുക്ക് ഇടാൻ പറ്റും, നമുക്കറിയാം നമുക്കത് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റില്ല, നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ സ്ത്രീകളും അവരവരുടെ കല്യാണ ദിവസമാണ് ഈ സ്വർണ്ണം ഒന്ന് ഇടാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് മാർക്കറ്റ്. ആ മാർക്കറ്റ് ലക്ഷ്യം കണ്ടിട്ടാണ് ഇവിടെ പലരും മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത്. പണം മേടിച്ച് സ്വത്ത് മേടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി. അതായത് ഈ നമ്മളെ പോലുള്ള ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ കാണുന്ന ആ സ്വർണത്തിന്റെ ക്രൈസ് അതേപോലെ തന്നെ അവരുടെ പേരൻസിനും ഉണ്ടാവും. അതെന്ന് മാറുമെന്ന് എനിക്കറിയില്ല. കുറെ ആളുകൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഇപ്പോഴും അതിനെക്കുറിച്ച് എനിക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ തരാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു സാധാരണ സ്ത്രീ, എനിക്കതും
കൂടെ കൂട്ടിക്കൊണ്ടല്ലാണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. വലിയ വിപ്ലവം പറയാൻ എനിക്ക് അറിയത്തില്ല ആ കാര്യത്തില്. മനസ്സിലായോ? സ്വർണം കണ്ടാൽ ഇപ്പോഴും ഒന്നുകൂടെ ഒന്ന് നോക്കുന്ന ഒരു സാധാ ഒരു ടിപ്പിക്കൽ സ്ത്രീയാണ് ഞാൻ. അപ്പൊ എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയാൻ പറ്റുന്നില്ല.